ചുമ്മാ പൊളി. ഇതുവരെ ഫസ്റ്റ് ഹാഫ് കണ്ട് കത്തി ഏത് ഇപ്പോഴും രോമാഞ്ചോളൂ. ആ മൂടാ ഒന്നും പറയാല്ല. എല്ലാരും മലത്തടിക്കുന്നതും മാത്രമല്ല എല്ലാം കൊണ്ടും എന്താണ് കാട്ടിക്കണ WWE കറക്റ്റ് കാണുന്ന പോലത്തെ ആ ഫീല്, കറക്റ്റ് ഫീല് പൊളി തന്നെയായിരുന്നു. പിന്നല്ല ഇനി അടുത്ത് ഇനി വെട്രിയുടെ പണിയാണ് നമുക്ക്. വാൾട്ടർ, വെട്രി, ഇനി എന്തൊക്കെ കിടക്കണ ലൈനപ്പല്ലേ. പൊളി, അടിപൊളി അടിപൊളി ഫുൾ മാസ്. അടിപൊളി ഹാപ്പിയാണ്. പക്ക ഒരു ഓളപ്പടം കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മൾ ചോട്ടമുമ്പേ കാണിയല്ലേ, അതുപോലെ നല്ലൊരു ഓളമാണ്. ഭയങ്കര ടെക്നിക്കലി അടിപൊളിയായിട്ടുണ്ട്. മറ്റേ അർജുൻ അശോകനൊക്കെ ഭയങ്കരമായിട്ട് എഫോർട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ പടം എടുത്തിരിക്കുന്നത്. നല്ല റെസ്ലിംഗ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് പടം എടുത്തിരിക്കുന്നത്. ഒക്കെ ടെക്നിക്കലി അടിപൊളി. ലൈറ്റിങ്, മേക്കിങ്, കളറിങ്, അത് എന്താ വെച്ചാൽ ആകെ ഒരു ഓളപ്പടം. പിന്നെ എടുത്തു പറയേണ്ട ക്രൂ എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഓളമാണ് പടം കാണാൻ. തിയേറ്ററിലൊക്കെ ഇൻ്റർവെൽ വൺ ഓളമാണ് തിയേറ്ററിനകത്ത്. കുഴപ്പമില്ല കേട്ടോ. കൊച്ചി അസൽ നമ്മുടെ ഒരു ചോട്ടാമ്പേ കാണിയില്ല. ചോട്ടാമ്പേ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നിയില്ലേ, ആ ഒരു എഫക്റ്റ് കൊച്ചിക്കാർക്ക് പടം മനസ്സിലാവും എന്നാന്നുള്ളത്. ചോട്ടാമ്പേ കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു ഓളം, ചോട്ടാമ്പയുടെ ഓളം മുമ്പോട്ട് പോകുന്നു കേട്ടോ. കുഴപ്പമില്ല. ഇൻ്റർവെൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ടെക്നിക്കലി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നല്ലേ മൊത്തം നമ്മൾ പിന്നെ ഒരു പുതിയൊരു സംഭവം വന്നിട്ട് അങ്ങ് ശരിക്കും അവർ നൊസ്റ്റാൾജിയ ശരിക്കും വർക്കായി. ഇതിനകത്തൊരു കട്ടിൽ ഉള്ള ഒരു ഫൈറ്റ് അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ മുമ്പ് WWE കണ്ടവർക്കറിയാം. അത് കണ്ടിട്ട് നമ്മൾ അതുപോലെ അനുകരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീലിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ വർക്കാവുമോ, സിനിമക്കകത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആണ്. അതിൻ്റെ കൂടെ പിന്നെ ഇനി വാൾട്ടറും കൂടെ വരുമ്പോൾ സംഭവം വേറെ കളറാവും എന്ന് തന്നെയാണ് വരുന്നത്. ഒരു പുതിയ അറ്റംപ്റ്റ് ആണ് നമുക്കിങ്ങനെ ഒരു കോസ്റ്റ്യൂം ഫൈറ്റ്. അല്ലെങ്കിൽ അതെ, അർജുൻ അശോകനൊക്കെ ബോഡി ബിൽഡ് ചെയ്തതും അതിനകത്ത് എല്ലാവർക്കും അവരവരുടെ ഒരു എന്താ പറയുക ക്യാരക്ടർ ഉണ്ടെന്ന് പറയില്ല. അതിപ്പോൾ വിശാഖൊക്കെ എന്തൊരു സ്ക്രീൻ പ്രസൻസ്, പുള്ളി ഒരു കോമഡി ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോഷൻ്റെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് ഇത് വേറെ ലെവലിലേക്കാണ് പടം പോകാൻ പോകുന്നത്. ക്യാരക്ടേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും അവർക്ക് കൊടുത്ത പേരുകൾ അതൊക്കെ ഒരു വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ട്. പിന്നെ ഗംഭീര സ്കോറാണ്. മുജീബും അതുപോലെ തന്നെ ശങ്കർ എഹ്സാൻ്റെ ഒരു സോങ്, ക്യാമറ വർക്ക് എല്ലാം കൊണ്ടും പടം മൊത്തം എൻ്റർടൈനറാണ്. ഒരു കളർഫുള്ളാണ് പരിപാടി. സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഈ പരിപാടി നമ്മൾ ഏറ്റെടുക്കും എന്നാണ് തോന്നുന്നത്. തിയേറ്ററിൽ ആ സ്ക്രീനിൽ കാണിക്കുന്ന അതേ ചിയർ കാണികൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പടത്തിന്. മൊത്തം ഒരു കളർഫുൾ എൻ്റർടൈനർ എന്ന രീതിയിൽ അടിപൊളി പടമാണ്. പടം സൂപ്പറാണ്, സൂപ്പർ ഹിറ്റാണ്. എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പോൾ ന്യൂ ജനറേഷൻ പൾസ് മനസ്സിലാക്കുന്നുണ്ട്. മാസ് അപ്പീലുണ്ട്. WWE സ്റ്റൈൽ ആക്ഷൻ കോമഡിയെല്ലാം ഉണ്ട്. അർജുന സ്റ്റൈൽ റോസ്റ്റൻ എല്ലാം നടത്തുന്നുണ്ട്. നല്ല പഞ്ചോടി ആക്ഷൻ സൂപ്പറാണ്. കോമഡീൻ്റെ എല്ലാം ഉണ്ട്. ആ പിള്ളേർ രണ്ടിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ന്യൂ ജനറേഷന് പറ്റിയ പടമാണ്. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഗ്യാങ് ടൈപ്പ് ഫിലിമാണ്. പടം സൂപ്പർ ഹിറ്റാണ്, ഉറപ്പാണ്. ഒരു ലാഗ് ഒന്നുമില്ല. പക്ക എൻ്റർടൈനറാണ്. ഒരു മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്റ്റൈൽ ഫിലിമാണ്. മഞ്ഞുവൽ ബോയ്സിൽ ഇറ്റാൻ സാധ്യതയുണ്ട്.